സിംബാബ്വെക്കെതിരായ T20 പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ സഞ്ജു സാംസൺ വൈസ് ക്യാപ്റ്റനായിട്ടാണ് ഇന്ത്യൻ ടീമിൽ കളിച്ചത്. ഇതാദ്യമായിട്ടാണ് സഞ്ജു ഇന്ത്യയുടെ ഉപനായകനാകുന്നത്. ലോകകപ്പ് നേടിയ ടീമിലംഗമായിട്ടും ഒരു മത്സരത്തിൽ പോലും കളിക്കാനായില്ലെങ്കിലും സിംബാബ്വെക്കെതിരെ ടീമിലെത്താൻ സഞ്ജുവിനായി. കൂടാതെ വൈസ് ക്യാപ്റ്റൻ എന്ന പദവി കൂടി ലഭിച്ചതോടെ സഞ്ജു ഇനിയുള്ള മത്സരങ്ങൾ കൂടി കളിക്കുമെന്ന് ഉറപ്പായി. മൈതാനത്ത് ബാറ്റ് കൊണ്ട് അധികം അവസരം ലഭിച്ചില്ലെങ്കിലും കീപ്പർ എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. വിക്കറ്റിന് പിന്നിൽ ബോളർമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഫീൽഡിംഗ് വിന്യാസം നടത്താനുമെല്ലാം സഞ്ജുവിന് സാധിച്ചു. ഒരു വേള ക്യാപ്റ്റൻ ഗില്ലിനെ കടത്തിവിടുന്ന പ്രകടനമാണ് സഞ്ജു മൈതാനത്ത് ഉപനായകൻ എന്ന നിലയിൽ പുറത്തെടുത്തത്. മത്സരത്തിൽ ടോസ് നേടി ബാറ്റ് തിരഞ്ഞെടുത്ത ഇന്ത്യക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 66, ഋതുരാജ് ഗൈക്വാഡ് 49, യശസ്വി ജയ്സ്വാൾ 36 എന്നിവർ തകർത്തടിച്ചു. ഇതോടെ ഇന്ത്യ 20 ഓവറിൽ 182 റൺസാണ് നേടിയത്. അവസാന 2 ഓവറിൽ ബാറ്റിംഗ് ഇറങ്ങിയ സഞ്ജു 7 പന്തിൽ 12 റൺസുമായി പുറത്താകാതെ നിന്നു. ധ്രുവ് ജൂരലും റിയാൻ പരാഗും അടക്കമുള്ള താരങ്ങൾ പുറത്തായപ്പോൾ സഞ്ജു, ജയ്സ്വാൾ, ശിവൻ ദൂബെ എന്നിവർ കഴിഞ്ഞ മത്സരത്തിൽ ടീമിലിടം നേടി. 13-ാം തീയതി ഹരാരയിലാണ് 4ാം മത്സരം. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.